പൈസ മേടിച്ചവരും വിജയ്ക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പൈസ കിട്ടാത്തവരെന്താ ചെയ്യുന്നത്? നിങ്ങൾ പൈസ മേടിച്ചില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല, അപ്പോൾ വന്നിട്ട് ഞാൻ വിസിൽ ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടത്. Stalin not work in this area. V.S. Babu was 40 years he lived with people in this area, so he know all the problems. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ തോൽപ്പിച്ച VS ബാബുവിൻ്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. DMKയുടെ ശക്തി കേന്ദ്രമായ കൊളത്തൂരിൽ 9,000-ഓളം വോട്ടുകൾക്കാണ് VS ബാബു സ്റ്റാലിനെ തോൽപ്പിച്ചത്. മുമ്പ് DMKയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് VS ബാബു. എങ്കിൽ പോലും രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഒരു ഞെട്ടിച്ച തോൽവി തന്നെയായിരുന്നു സ്റ്റാലിന് VS ബാബുവിനെതിരെ ഉണ്ടായത്. എന്തായിരിക്കാം അതിന് കാരണം? ഒരു വിജയ ഫാക്ടർ മാത്രമാണോ അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? நாங்கள் ஸ்டாலினை ஒரு நாள் உங்க கூட பார்க்கல. அவங்களதுல ரொம்பவும் அவங்க பிரச்சாரம் பண்ணல. 3 பேர் 2 பேர் வருவாங்க, அந்த கொடியை சுற்றி கையில் எடுத்துக்கிட்டு அந்த உதயசூரியன் அட்டையை எப்படி எடுத்துன்னு போவாங்க எங்கள் எதிர, அவ்வளோதான். இந்த கொளத்தூர் தொகுதியை பொறுத்த வரைக்கும் சிஎம் தொகுதியாக இருந்தால் கூட இந்த தொகுதியில் சும்மா மேக்கப் தான் பண்ணி வச்சுருந்தாங்க சிஎம் ஸ்டாலின். இந்த தொகுதிக்கு எதுவுமே பண்ணல. இப்போ அண்ணன் வந்ததுக்கப்புறம் ஏன்னா இந்த தொகுதி மக்களுடைய ஒரு ஆள் அண்ணன், இந்த தொகுதியில் இருக்கிறவர் ஏற்கனவே சட்டமன்ற உறுப்பினராக இந்த தொகுதிக்கு நிறைய விஷயங்கள் பண்ணார் VS பாபு அண்ணன். இப்போ அவர் திருப்பி எம்எல்ஏ வந்திருக்கு. இந்த தொகுதி மக்களும் ரொம்ப கொண்டாடுறாங்க அவர் வந்ததுனால. இனிமே தளபதி அவர்கள் நல்லாட்சியுடன் பாபு அண்ணா அவர்கள் எம்எல்ஏ VS பாபு அவர்கள் இனிமேல் இந்த தொகுதியை இதுக்கு பிஃபோர் டிஎம்கேக்கு முன்னாடி எப்படி பண்ணார் அதோட ஒரு 200% கொளத்தூர் தொகுதியை ஒரு வெளிச்சமாக ஆக்குவார். அதே போல் இந்தியாவிலேயே தமிழ்நாடு ஒரு முதல் மாநிலமாக கொண்டு வரத்துக்கு 200% വായ്പ. നോ കറപ്ഷൻ. இந்த ഗവൺമെൻറ്റിൽ കറപ്ഷനേ கிடையாது. ഞാൻ ജനിച്ചും പഠിച്ചൊക്കെ ഇവിടെ തന്നെ, പക്ഷേ എൻ്റെ വെല്ലിപ്പിൻ്റെ കാലത്ത് സെറ്റിലായതാണ്. റിട്ടയറിൽ ഒരു ബസ് സ്റ്റോപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ എത്രയോ കോടിയാക്കി കൊള്ളയടിച്ചത്. 30 ലക്ഷം ആയെങ്കിൽ ഇവർ ഇടുന്ന കണക്ക് 30 കോടി ഇടും. ഇത് മുതൽ ഒരു തൊകുതി ആയതുകൊണ്ട് കോൺഫിഡൻ്റായിട്ട് എങ്ങനെയായാലും ജയിക്കും എന്ന ഒരു രീതിയിലാണ് ഇതായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പൈസ ഇവർ അവർ കൊടുത്ത പൈസ ഇവർ കൊടുത്തിട്ടില്ല. ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, ഒരു ഭാഗം കൊടുത്തിട്ടില്ല. പക്ഷേ പൈസ മേടിച്ചവരും വിജയ്ക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു മാറ്റം വരണമെന്ന ഒരു രീതിയിലാണ് ഇട്ടത്. പക്ഷേ പൈസ കിട്ടാത്തവരെന്താ ചെയ്യുന്നത്? നിങ്ങൾ പൈസ മേടിച്ചില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ല, അപ്പോൾ ഞാൻ വിസിൽ ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടത്. I never in DMK or ADMK parties in those several years. But now new I come for Vijay sir. Stalin not work in this area. So this is the main thing for our success for our TVK. Stalin came for Kolattur main road to Tiruvika Nagar to Periyar Nagar. That only he came only road show only. What a problem in their area, he don't know. VS Babu was 40 years he lived with people in this area, so he know all the problems. സ്റ്റാലിൻ്റെ കൊളത്തൂരിലെ തോൽവി വെറും യാദൃച്ഛികത മാത്രമല്ലെന്നാണ് ഈ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. വിജയുടെ വരവിനൊപ്പം DMKയുടെ അമിതമായ ആത്മവിശ്വാസവും ഒപ്പം VS ബാബുവിൻ്റെ മണ്ഡലത്തിലെ സ്വാധീനവുമാണ് അതിന് കാരണമായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കൊളത്തൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ആകാശ സ്മയോജിനൊപ്പം ഷിഹാബുദ്ദീൻ തങ്ങൾ, മാതൃഭൂമി.com.